അതിലൊന്നും പറയാൻ പറ്റൂല. പറയാൻ പറ്റത്തില്ല. പറ്റുന്നല്ല അവസരം അങ്ങനെയാണ്. ആണ്. തിരുവനന്തപുരത്ത് സി പി ജോൺ ജയിക്കും. കപ്പലോടും. കപ്പലോട് മോന് വോട്ടുണ്ട്. വോട്ടില്ല വോട്ട് ചെയ്തു. വോട്ട് ചേർക്കും. അതിനിട്ടായതേ ഉള്ളൂ. വോട്ട് ചെയ്യണ്ടായിരുന്നു. പോണം. വോട്ട് ചെയ്യണം കേട്ടോ, മറക്കരുത്. ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് ആര് ജയിക്കും? പറയാൻ പറ്റില്ല. ജയിക്കാണോ? ആണോ? സി പി ജോൺ വരണമെന്നുണ്ടോ? വരണമുണ്ട്. വരണമെന്നുണ്ടോ? അതെന്നാ കാരണം? എല്ലാവരും പാർട്ടി ഒരാളല്ലേ, നേതാക്കന്മാരല്ലേ. അതെ, പണ്ടത്തെ നേതാവായത്. പണ്ടത്തെ നേതാവ്. സ്ഥാനാർത്ഥികളൊക്കെ എങ്ങനെയുണ്ട്? സ്ഥാനാർത്ഥിയൊക്കെ കുഴപ്പമില്ല സ്ഥാനാർത്ഥികളാണ്. ആണോ? ആർക്കാ ഒരു മുൻതൂക്കം? മുൻതൂക്കം ഇവിടെ മിക്കവാറും സി പി ജോണിനായിരിക്കും മുൻതൂക്കം. കേട്ടില്ല. സി പി ജോൺ. ഉറപ്പാണോ? ഉറപ്പായിരിക്കും. മറ്റു രണ്ട് സ്ഥാനാർത്ഥികളോ? ഒന്ന് കരമന ജയനും ഒന്ന് കരമന സുധീറുമാണ്. കരമന സുധീർ രാഷ്ട്രീയപരമായിട്ട് പുതിയ ആളാണ്. അദ്ദേഹത്തിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ കരമന ജയൻ അയാൾ BJPയുടെ വക്താവാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ സി പി ജോണിനാണ് സാധ്യത. സി പി ജോണിനാണ് സാധ്യത. ആര് ജയിക്കാനാണ് സാധ്യത? സാധ്യത അത് പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും. ഇപ്രാവശ്യം UDF ജയിക്കും. UDF എന്തുകൊണ്ട് ജയിക്കും? നമ്മളെ അഭിപ്രായം അങ്ങനെ തോന്നുന്നു. നമ്മുടെ അഭിപ്രായം അങ്ങനെ UDF ജയിക്കണം. ചേട്ടൻ്റെ മണ്ഡലം? എൻ്റെ മണ്ഡലം തിരുവനന്തപുരം. തിരുവനന്തപുരം. വോട്ടുണ്ട്. വോട്ട് ചെയ്യുവോ? വോട്ട് ചെയ്യും. അതെ. ഇപ്രാവശ്യം വമ്പൻ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയതെന്നൊക്കെയാ പറയുന്നത്. നേരാണ്. ആരിക ഏറ്റവും വലിയ വമ്പൻ ആരാ? അത് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? ജയിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ തിരുവനന്തപുരത്തെ ജോണാണ്. സി പി ജോൺ. അതെ. അങ്ങനെ പറയാൻ കാരണം വല്ലതും ഉണ്ടോ? കാരണമുണ്ട്, അദ്ദേഹം നല്ല വ്യക്തിയാണ്. തിരുവനന്തപുരത്താണോ മണ്ഡലം? മണ്ഡലമാണ്. 3 സ്ഥാനാർത്ഥികളെ. അത് എനിക്ക് UDF സ്ഥാനാർത്ഥി പ്രതീക്ഷയുണ്ട്. UDF സ്ഥാനാർത്ഥിയിൽ പ്രതീക്ഷയുണ്ട്. അല്ലേ, ജയിക്കുന്ന ഒരു മാറ്റവും ഇല്ല. 5 കൊല്ലം മറ്റു പാർട്ടി പറഞ്ഞു, രണ്ടാമത് വന്ന് 5 കൊല്ലം അഴിമതിയാണ്. റിയാസും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്ത അഴിമതികൾ. മണ്ഡലവേല തിരുവനന്തപുരം. 3 സ്ഥാനാർത്ഥികളെ. ആര് ജയിക്കാനാ സാധ്യത? സി പി ജോൺ ജയിക്കുക തന്നെ ചെയ്യുന്ന പറയുന്നത്. സി പി ജോണിന് മുൻതൂക്കം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പ്രതീക്ഷിക്കാം. ചേട്ടൻ്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം നല്ല പ്രവർത്തനം നടത്തുന്നവരും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കന്മാർക്കും വോട്ടിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. പാർട്ടിയുണ്ട്. പാർട്ടി പ്രവർത്തനമുണ്ടോ? പ്രവർത്തനമൊന്നുമില്ല. പാർട്ടിയുടെ ചിഹ്നം എന്നാന്നെല്ലാം പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. കളറോ? കൊടിയുടെ കളർ, നിറം? പച്ച മാത്രമേ ഉള്ളൂ? പച്ചയും വെള്ളയൊക്കെ ഉണ്ട്. പച്ചയും വെള്ളയുണ്ട്. നിലവിൽ ഇപ്പൊ സി പി ജോണാണ് ജയിക്കാൻ. പുള്ളിക്കാരൻ പുസ്തകങ്ങളൊക്കെ എഴുതി പുള്ളി പ്രവർത്തനം എഴുത്തുകാരൻ, നല്ലൊരു വ്യക്തിത്വമുള്ള ആളാണ്. നല്ല വ്യക്തിപരമായിട്ട് നല്ലൊരു പബ്ലിക് ഫിഗറാണ്. അതെ, നമുക്കൊരു അസറ്റാണ്. ആണ്. അസംബ്ലിയിൽ വേണ്ട ഒരാളാണ്.